ഏവർക്കും നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഈ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച നടക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. 26-ാം തീയതി നിങ്ങളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഭിന്നശേഷിക്കാരെ നമുക്ക് 1995-ൽ നിലവിൽ വന്ന PWD ആക്ട് എന്ന ഒരു നിയമം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2014-ൽ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം 2016-ൽ ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം അല്ലെങ്കിൽ RPWD ആക്ട് 2016 എന്നൊരു പുതിയ നിയമം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിലവിൽ കൊണ്ടുവന്നു. അതുപ്രകാരം നമുക്കൊരുപാട് ഗുണകരമായ കാര്യങ്ങളുണ്ടായി. കൂടാതെ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ട കാഴ്ച വൈകല്യമുള്ളവർ, വീൽചെയർ ഉപയോഗിക്കുന്നവർ, മറ്റ് ദിവ്യാംഗർ എന്നിവർക്കും ഉപയോഗപ്പെടുന്ന ഒരു നിയമമായി മാറി RPWD ആക്ട്. ഇത് സാധ്യമാക്കിയത് നരേന്ദ്രമോദിജിയാണ്. കൂടാതെ ആംഗ്യഭാഷയുടെ വികാസത്തിനായി നരേന്ദ്രമോദിജി സ്ഥാപിച്ച സ്ഥാപനമാണ് ISLRTC. അതിൻ്റെ മാറ്റങ്ങൾ ഇപ്പോൾ നിങ്ങൾ നോക്കൂ. നിരവധി ആംഗ്യഭാഷാ പരിഭാഷകർ ലഭ്യമാകുന്നുണ്ട്. ആംഗ്യഭാഷയുടെ വളർച്ചയും വികാസവും സാധ്യമാകുന്നുണ്ട്. നമ്മുടെ ജീവിതം കൂടുതൽ സുഗമമായി മാറുന്നുണ്ട്, അല്ലേ? ഇതെല്ലാം മോദിജിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. UDID കാർഡ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. മുൻകാലത്ത് നമ്മൾ സർട്ടിഫിക്കറ്റുകളും രേഖകളും ചുമന്ന് യാത്ര ചെയ്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എന്നാൽ ഇപ്പോൾ UDID കാർഡ് വന്നതോടെ നമ്മുടെ ജീവിതം കൂടുതൽ സുഗമമായി, അല്ലേ? തീർന്നില്ല. നിങ്ങൾ ചുറ്റും നോക്കൂ. പുതിയ ദേശീയ പാതകൾ നിർമ്മിക്കുന്നു, പുതിയ റോഡുകൾ നിർമ്മിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും അതിവേഗത്തിൽ നടക്കുന്നു. പുതിയ പാലങ്ങൾ. ഇപ്പോൾ ട്രാഫിക് ജാമുകൾ ഇല്ല. യാത്ര വളരെ സുഗമമായി നടക്കുന്നു. പുതിയ നിരവധി ട്രെയിനുകൾ നമുക്ക് യാത്ര ചെയ്യാൻ ലഭ്യമാകുന്നു. പുതിയ വന്ദേ ഭാരത് ട്രെയിൻ കേരളം ഉടനീളത്തിൽ യാത്ര ചെയ്യാൻ സഹായകരമാകുന്നു. എല്ലാ ജോലികളും പെട്ടെന്ന് തീരുന്നുമുണ്ട്. ഇതെല്ലാം നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളാണ്. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഭിന്നശേഷിക്കാരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആരാണ്? നരേന്ദ്രമോദിജിയാണ്. നമുക്ക് പുതിയ നിയമം കൊണ്ടുവന്നു, UDID കാർഡ് കൊണ്ടുവന്നു, ആംഗ്യഭാഷയുടെ വികാസത്തിനായി പുതിയ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ഇത്തരം കാര്യങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കണം. പോളിംഗ് മെഷീനിൽ BJPയുടെ താമര ചിഹ്നത്തിന് വോട്ട് നൽകി നമ്മളെ സഹായിച്ച മോദിജിയെ സഹായിക്കാൻ നമ്മളും തയ്യാറാകണം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും BJP NDA സ്ഥാനാർത്ഥികൾ ഉണ്ട്. അവർക്ക് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകണമെന്ന് അപേക്ഷിക്കുന്നു.